ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിവരുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് നേരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നടന്നതിൽ ഏറ്റവും വലിയ ആക്രമണമായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. UAEയിലെ അൽ ദഫ്ര വ്യോമത്താവളമായിരുന്നു ഇറാന്റെ പ്രധാന ലക്ഷ്യം. അത്യാധുനിക കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ഇവിടെ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നത്. അൽ ദഫ്ര താവളത്തിലെ പ്രധാന റഡാർ സംവിധാനങ്ങൾ, അമേരിക്കൻ സൈന്യം നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന MQ സീരീസ് ഡ്രോണുകൾ, U-2 ചാരവിമാനങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറുകൾ എന്നിവ തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നു. കൂടാതെ അമേരിക്കയുടെ വിശ്വസ്ത പ്രതിരോധ സംവിധാനമായ പേട്രിയറ്റ് മിസൈൽ ഡിഫൻസ് യൂണിറ്റിനെയും ഇറാൻ ലക്ഷ്യം വെച്ചു. ഇറാന്റെ മിനാബ് പ്രവിശ്യയിലെ ഒരു പെൺപള്ളിക്കൂടത്തിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 165 നിരപരാധികൾ കൊല്ലപ്പെട്ടതിനാലാണ് ഈ താവളത്തെ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തതെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. അൽ ദഫ്രയ്ക്ക് പുറമെ അൽ അദീർ വ്യോമത്താവളത്തിന് നേരെയും കനത്ത പ്രത്യാക്രമണമാണ് ഉണ്ടായത്. 2 ഘട്ടങ്ങളിലായി നടന്ന ഈ സൈനിക നീക്കത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും കാമികാസി ഡ്രോണുകളും ഇറാൻ വ്യാപകമായി ഉപയോഗിച്ചു. അൽ അദീർ താവളത്തിലെ ഏർലി വാർണിംഗ് റഡാറുകൾ, അനുബന്ധ വാർത്താവിനിമയ കേന്ദ്രങ്ങൾ, ഭീമൻ ഇന്ധന സംഭരണികൾ എന്നിവ ആക്രമണത്തിൽ തകർന്നുവെന്നാണ് വിവരം. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്കായി അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്ന 2 പ്രധാന റൺവേകളും ഇറാൻ മിസൈലുകളും പ്രഹരത്തിലൂടെ തകർത്തു. ഇതോടൊപ്പം ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള ഇർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇർബിലിലെ ആക്രമണത്തിൽ ഇതുവരെ 11 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുർദിസ്ഥാൻ മേഖലയിലെ വിഘടനവാദി ഗ്രൂപ്പുകളുടെ ആസ്ഥാനങ്ങളും ഇറാന്റെ മിസൈൽ പ്രഹരത്തിന് ഇരയായിട്ടുണ്ട്. IRGCയുടെ എയ്റോസ്പേസ് വിഭാഗം തൊടുത്തുവിട്ട ഖൈബർ ഷിക്കാൻ മിസൈലുകൾ ഇസ്രായേൽ നിയന്ത്രിത മേഖലകളിലും പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഓമാസ്റ്റർ ഓഫ് ടൈം എന്ന കോഡ് നാമത്തിൽ വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച സൈനിക നടപടിയുടെ 23ാം ഘട്ടത്തിൽ ഇറാന്റെ നാവികസേനയും സജീവമായി രംഗത്തുണ്ട്. UAEയിലെ മിൻഹാദ്, കുവൈറ്റിലെ ക്യാമ്പ് അരീഫ് ജാൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് കടലിൽ നിന്നും ആകാശത്തു നിന്നും സംയുക്തമായ ആക്രമണമാണ് നടക്കുന്നത്. തങ്ങളുടെ സൈനികരുടെ രക്തത്തിന് പകരമായി ശത്രുക്കൾ കനത്ത വില നൽകേണ്ടി വരുമെന്നും അവർ പൂർണ്ണമായും ഖേദിക്കുന്നതുവരെ ഈ യുദ്ധം തുടരുമെന്നും ഇറാന്റെ നാവിക കമാൻഡർമാർ ആവർത്തിച്ചു. അതേസമയം ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കയും സജ്ജമാണെന്നാണ് പെന്റഗൺ നൽകുന്ന സൂചന. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതാണെന്നും ഇറാന്റെ ആയിരക്കണക്കിന് മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. 10,000-കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ സംരക്ഷിക്കാനായി ഏറ്റവും ആധുനികമായ ആയുധങ്ങളാണ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നതെന്ന് US പ്രതിരോധ വക്താക്കൾ അറിയിച്ചു. ഇറാന്റെ ആക്രമണശേഷി കുറഞ്ഞു വരികയാണെന്നും തങ്ങളുടെ പക്കൽ പരിധിയില്ലാത്ത ആയുധശേഖരമുണ്ടെന്നും ആവശ്യമായ ഘട്ടത്തിൽ അവ ഇറാനെതിരെ പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും അമേരിക്കൻ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. നിലവിലെ ആക്രമണങ്ങളിൽ തങ്ങളുടെ പ്രതിരോധ കവചങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്നതിനെക്കുറിച്ച് അമേരിക്ക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും തങ്ങളുടെ പക്കൽ ഇനിയും വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ ശേഖരം ഉണ്ടെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. സയനിസ്റ്റ് ഭരണകൂടത്തെയും അമേരിക്കൻ സൈന്യത്തെയും മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന്റെ നിലപാട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിനാശകരമായ സൈനിക നീക്കങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. ഇറാന്റെ ഓരോ മിസൈൽ പ്രഹരവും അമേരിക്കൻ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം കാണുന്നുവെന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തുന്ന ഒന്നാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ ആർജിച്ചെടുത്ത സൈനിക കരുത്ത് അമേരിക്കയും സഖ്യകക്ഷികളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഈ സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും പോരാട്ടം നിർത്താൻ ഇരുപക്ഷവും തയ്യാറായിട്ടില്ല.